എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് പാക്കേജിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. പ്രൊഡക്റ്റ് പാക്കേജിങ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൻ്റെ അകത്തുള്ള പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടൊരു കാര്യം. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് 5 Pകൾ: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ആൻഡ് പാക്കേജിങ്. ഇത് ഓരോന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് മാർക്കറ്റിങ്ങിൽ ഒരു മനോഹരമായ ടൂളായിട്ട് തന്നെയാണ് ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ പാക്കേജ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് പാക്കേജിങ്ങിൻ്റെ ഒരു 8 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു പാക്കേജിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം പാക്കേജിങ് ഡിസൈനാണ്. അപ്പോൾ ഒരു പാക്കേജിങ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, അത് മേ ബി റീറ്റെയിൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഹോൾസെയിൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ, ആ ഒരു പാക്കേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമുക്കുള്ളതെന്നും ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നതെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ മനോഹരമായ പല പാക്കറ്റുകളും കാണും. അത് അതുപോലെ നമ്മൾ കോപ്പി ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ പ്രൊഡക്റ്റിനും നമ്മുടെ കാറ്റഗറിക്കും, കാറ്റഗറി ഇൻ ദ സെൻസ് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പൊസിഷൻ ചെയ്യപ്പെടുന്നത്, ഏത് കാറ്റഗറിയിലുള്ള ക്ലയൻസിനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ ഏത് കാറ്റഗറി ഷോപ്പുകളിലാണ് നമ്മൾ പ്ലേസ് ചെയ്യപ്പെടുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് വേണം പാക്കേജ് ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ആരാണ് നമ്മുടെ കസ്റ്റമർ, ആ കസ്റ്റമർക്കും കൂടെ അനുസൃതമായിരിക്കണം. ഇപ്പോൾ കുട്ടികൾ കസ്റ്റമറായിട്ടുള്ള പ്രൊഡക്റ്റിനെ പാക്കേജ് ചെയ്യുന്ന രീതി ആകരുത്, അല്പം പ്രായമായ ആളുകളെ ഫോക്കസ് ചെയ്തുള്ള പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഹൂ ഈസ് യുവർ കസ്റ്റമർ, അവരുടെ തന്നെ ഇൻകം ലെവൽ എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. വേർ ആർ ദ കസ്റ്റമർ പർച്ചേസിങ് യുവർ പ്രൊഡക്റ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണോ, ഗ്രോസറി സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണോ, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണോ, അതും കൺസിഡർ ചെയ്യണം. പിന്നെ വാട്ട് വാല്യൂ ക്യാൻ യു പ്രൊവൈഡ് ടു ദ കസ്റ്റമർ ത്രൂ യുവർ പാക്കേജിങ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് വാല്യൂ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജാണ് കസ്റ്റമറിലേക്ക് ഇതുവഴി പാസ് ചെയ്യാനുള്ളത്. ഇതിനൊരു ക്വാളിറ്റി പ്രൊഡക്റ്റും നമ്മൾ അവകാശപ്പെടുമ്പോൾ ക്വാളിറ്റി പാക്കേജിങ് ആവശ്യമാണ്. കാരണം ഇന്നിപ്പോൾ പാക്കേജിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിഫറൻഷിയേറ്ററാണ്. മറ്റ് കമ്പനികളിൽ നിന്നും മറ്റ് ബ്രാൻഡുകളിൽ നിന്നും ഒരു ബ്രാൻഡിനെ വ്യത്യസ്തമാക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഏറ്റവും ആദ്യം ഒരു പ്രൊഡക്റ്റിനെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടാനോ പ്രൊഡക്റ്റിലേക്ക് അട്രാക്റ്റഡ് ആവാനോ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാക്കേജിങ്. അതുകൊണ്ട് പാക്കേജിങ് ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ടിപ്സ് ടു യൂസ് പാക്കേജിങ് ആസ് എ മാർക്കറ്റിംഗ് ടൂൾ. എന്തൊക്കെയാണ് ഒരു മാർക്കറ്റിംഗ് ടൂൾ എന്നുള്ള നിലയിൽ നമുക്ക് പറയാനുള്ള ചില ടിപ്സുകൾ, ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഓരോന്നിനും എക്സാമ്പിൾ സഹിതം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കാര്യം ലിവറേജ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതാണ്. കൺസ്യൂമർ ബിഹേവിയറിനെ ലിവറേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബ്രാൻഡുകളും ചില ഹുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്ന സംഭവങ്ങൾ അവരുടെ പാക്കേജ് ഡിസൈനിങ്ങിൽ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചില ബേബി പ്രൊഡക്റ്റുകളുണ്ടല്ലോ, ഫുഡ് പ്രൊഡക്റ്റുകൾ, സീരിയൽസൊക്കെ, അതിൻ്റെ സമയത്ത് നമ്മൾ കാണാം അതിന് പല ബ്രൈറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് ഡിസൈനുകളും കൊണ്ടുവന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ സെറിലാക്ക് പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഗ്രീൻ, റെഡ്, ബ്ലൂ, നല്ല നല്ല അട്രാക്റ്റഡ് കളേഴ്സിൽ അത് ഓരോ ഫ്ലേവറിലുള്ളതും ഉണ്ടാവും. ചിലപ്പോൾ റൈസ് ഫ്ലേവർ, റൈസ് ആൻഡ് വെജ്, അല്ലെങ്കിൽ അതിൽ സ്ട്രോബെറി, അങ്ങനെ ഓരോന്നിനും കളർഫുള്ളായിട്ടുള്ള തീം കൊണ്ടുവന്നാണ് അതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്, ഉദാഹരണത്തിന് തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ വാങ്ങുന്ന പല പ്രൊഡക്റ്റിൻ്റെ അകത്തും അതിൻ്റെ പേരും അതിൻ്റെ പാക്കേജിങ്ങിലും ഒക്കെ ഉണ്ടാവും സ്ലിം ടീ അല്ലെങ്കിൽ സ്ലിം ബെൽറ്റ്. നേരിട്ട് തന്നെ മെസ്സേജ് കൺവേ ചെയ്യുകയാണ്, സ്ലിം ആവുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ. ഇതൊക്കെ ഹുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ് ലേസ് പ്രൊഡക്റ്റ്. ഈ അടുത്ത കാലത്ത് പാക്കറ്റ് ഓഫ് സ്മൈൽസ് കൊണ്ടുവന്നു. എല്ലാവരുടെ മുഖത്തിങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിരിക്കുന്നത് പോലെ തോന്നുന്ന, അതിലൊരു പകുതി മുക്കാലും ഒരാളുടെ ചിരിച്ച മുഖമുള്ള ഒരു പാക്കേജിങ് കൊണ്ടുവന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് വഴി ആ കൺസ്യൂമർ ഒരു ബിഹേവിയറിനെ അവർ ലിവറേജ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ടിപ്പായിട്ട് കാണുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൺസ്യൂമർ റെലവൻസ് ആണ്. കൺസ്യൂമർ റെലവൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെട്രാ പാക്ക്, അതായത് കസ്റ്റമർക്ക് ഏറ്റവും റെലവൻസ് കൊടുത്തുകൊണ്ട് കൊണ്ടുവന്ന ചില കമ്പനികളോ പ്രൊഡക്റ്റുകളോ. ടെട്രാ പാക്ക് എന്ന് പറയുന്ന ലോകത്തെ വലിയ രീതിയിൽ ഒരു വിപ്ലവാത്മകമായ രീതിയിൽ പാക്കേജിങ്ങിൽ ഡിഫറൻസ് കൊണ്ടുവന്ന കമ്പനിയാണ്. അവർ ടെക്നോളജി വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട, റെഫ്രിജറേറ്റ് ചെയ്യേണ്ട ചില പ്രൊഡക്റ്റുകൾ അത് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നവരാണ് ടെട്രാ പാക്കുകൾ. നമ്മൾ ട്രോപ്പിക്കാനയും അല്ലെങ്കിൽ ഹാർവസ്റ്റും അതുപോലുള്ള ബ്രാൻഡുകളുടെ, റിയൽ പോലുള്ള ബ്രാൻഡുകളുടെയൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഒരുപാടുണ്ട് ടെട്രാ പാക്ക് നൽകുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ കൂടുതൽ ലൈഫ് ടൈം അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് ആ പ്രൊഡക്റ്റിന് കിട്ടുന്നു. ലോങ്ങർ പീരീഡ് ആ പ്രൊഡക്റ്റ് ഇരിക്കുന്നു റെഫ്രിജറേറ്റ് ചെയ്യാതെ തന്നെ. അതിന് ഡ്രീം ക്യാപ്പ് എന്നാണ് അതിന് വിളിക്കുന്നത്. ആ ക്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ട്രാവലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ
ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഡ്രീം ക്യാപ്പൊക്കെ കൊണ്ടുവന്നതാണ് ടെട്രാ പാക്ക്. അതുപോലെ കൊക്കോക്കോളയെ സംബന്ധിച്ചിടത്തോളം അവർ കസ്റ്റമർ റെലവൻസ് ഓരോ സമയത്തും പ്രാധാന്യം കൊടുത്താണ് പല ടൈപ്പ് ഓഫ് ബോട്ടിൽസ് ഇറക്കിയത്. ആദ്യം വലിയ ബോട്ടിലുകളായിരുന്നു, പിന്നീട് അവർ അതിൽ പെറ്റ് ബോട്ടിൽസുകൾ കൊണ്ടുവന്നു, ക്യാൻസ് കൊണ്ടുവന്നു, മിനി ക്യാനുകൾ കൊണ്ടുവന്നു. അപ്പോൾ ഓരോ കസ്റ്റമർക്കും ഏതാണ് ആവശ്യം എന്ന് മനസ്സിലാക്കി ഡിമാൻഡിനനുസരിച്ച് പാക്കേജ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് കൺസ്യൂമർ റെലവൻസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. മൂന്നാമത്തെ ടിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഹയർ ഷെൽഫ് ടേക്ക് ഓഫ് ആണ്. ഷെൽഫിൽ നിന്ന് കൂടുതൽ ഐറ്റം ഡിസ്പ്ലേ ചെയ്യാനും ഷെൽഫിൽ നിന്ന് കൂടുതൽ ഐറ്റം ഇറങ്ങി പോകുന്ന രീതിയിലുള്ള പാക്കേജിങ്. കാരണം ഇന്നിപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് സൂപ്പർ മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളുടെ ഷെൽഫിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം. സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളുകൾ ചിന്തിക്കുന്നത് കൂടുതൽ സ്ഥലം കൺസ്യൂം ചെയ്യാതെ വയ്ക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ നമുക്ക് ആ കുറച്ച് സ്ഥലത്ത് തന്നെ കൂടുതൽ നമ്പർ ഓഫ് പീസസ് വയ്ക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ കസ്റ്റമർക്കും നല്ലൊരു ഫീൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ കിട്ടും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഷെൽഫ് ടേക്ക് ഓഫ് പ്ലാൻ ചെയ്തിട്ടായിരിക്കണം പല പ്രൊഡക്റ്റും പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടെട്രാ പാക്ക് തന്നെ ടെട്രാ റീകാട്ട് എന്നൊക്കെ പറഞ്ഞ് സോസിനും സൂപ്പ് പോലത്തെ പ്രൊഡക്റ്റുകളും വയ്ക്കുന്നതിനുള്ള ഒരു ഡിസ്പ്ലേ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ കാർട്ടൻസ് ഡിഫറെൻറ്റ് സൈസിലുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പോൾ മിനിമൈസ് വേസ്റ്റേജ്, അതുപോലെ തന്നെ കൂടുതൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവന്ന് അത് പല കമ്പനികളും അത് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നാലാമത്തെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യേണ്ടത് അഫോർഡബിലിറ്റിയാണ്. അഫോർഡബിളും കൂടി ആവണം നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളത്. കാരണം നമ്മൾ പ്രൊഡക്റ്റ് ചീപ്പറായിട്ട് കൊണ്ടുവരുമ്പോൾ അത് കസ്റ്റമേഴ്സിന്, നമ്മുടെ കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിന് അത് ഹാപ്പി ആക്കുന്ന കാര്യമാണെങ്കിൽ അതിനനുസൃതമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഷാമ്പൂവിൻ്റെ പൗച്ചസ് കുറേ ആളുകൾ സാധാരണ ചെറുകിട കടകളിൽ നോക്കിയാൽ മാല പോലെ തൂക്കിയിട്ടുണ്ടാവും. അത് വലിയ ഷാമ്പു വാങ്ങുന്നതിനേക്കാളും ആ ഒരു പെർട്ടിക്കുലർ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുന്നതിന് 2 തവണ കുളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പൗച്ചുകൾ വാങ്ങുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ കാഡ്ബറി 10 രൂപയുടെ ചോക്ലേറ്റ് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അഫോർഡബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് കൂടുതൽ ക്വാണ്ടിറ്റി ചോക്ലേറ്റ് കുട്ടികൾ തിന്നരുതെന്ന് പാരൻസ് ആഗ്രഹിക്കുന്നവർക്ക് ആ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാനും പറ്റും. പിന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആണ്. അപ്പോൾ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് നാലാമത് പാക്കേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം റവന്യൂ ഗ്രോത്ത്. നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ ഉപയോഗിക്കുകയും വേഗം ഉപയോഗം കഴിഞ്ഞാലാണ് വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യത. അപ്പോൾ ചിലപ്പോൾ ചെറിയ പാക്കേജിങ്ങിലെ വ്യത്യാസം നമ്മുടെ സെയിൽസ് കൂട്ടാൻ സഹായിക്കും. വളരെ രസകരമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് കോൾഗേറ്റിൻ്റെ. അവർ ആദ്യം ഉണ്ടായിരുന്ന ടൂത്ത് പേസ്റ്റിനേക്കാൾ ഒരു 1 mm അവരുടെ മൗത്ത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൂടെ ഒന്ന് ഞെക്കുമ്പോൾ കൂടുതൽ കോൾഗേറ്റ് പുറത്ത് വരുന്ന രീതിയായി മാറി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് പുറത്തേക്ക് വന്നാൽ പിന്നെ ആരും എടുത്ത് അകത്തേക്ക് വയ്ക്കൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വേഗം പ്രൊഡക്റ്റ് തീരുകയും അടുത്ത പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യതയും വന്നു. അങ്ങനെ റവന്യൂ ഗ്രോത്ത് തിങ്ക് ചെയ്ത് പാക്കേജ് ചെയ്യുന്നവരുണ്ട്. ആറാമത്തെ എലമെൻറ്റ് കസ്റ്റമർ കൺവീനിയൻസും ഫീസിബിലിറ്റിയാണ്. കസ്റ്റമറുടെ കൺവീനിയൻസ് നോക്കുകയാണ്. ഇത് പലരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹം തുടങ്ങി വെച്ചൊരു കാര്യമായിരുന്നു. ആളുകൾക്ക് കൂടുതൽ കൺവീനിയൻസിന് വേണ്ടി ഈ കുറ്റിച്ചൂലുമായിട്ട് ആൾക്കാർ മുറ്റടിച്ചിരുന്നപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തൊരു ഐഡിയ ആയിരുന്നു ലോങ്ങറായിട്ട് നീളത്തിലുള്ള സ്റ്റിക്കുകൾ. കാരണം ആളുകൾ കുനിയേണ്ട ആവശ്യമില്ല, നടുവേദന വരില്ല, ബുദ്ധിമുട്ടില്ലാതെ അടിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആളുകളൊക്കെ കൂടുതൽ സ്ലിമ്മായിട്ടുള്ള, തിന്നായിട്ടുള്ള, സ്മോളായിട്ടുള്ള ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ കൺവീനിയൻസും ഫീസിബിലിറ്റി നോക്കിയിട്ട് വേണം പ്രൊഡക്റ്റിനെ പാക്കേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ലോ ഹാൻഡിൽ അല്ലെങ്കിൽ ചെറിയ ഷോർട്ടർ ഹാൻഡിൽ നിന്ന് ലോങ് ഹാൻഡിൽ ചൂലിന് കൊണ്ടുവന്നതും ഒരു എക്സ്ട്രാ വാല്യൂ അഡീഷനോ അല്ലെങ്കിൽ കസ്റ്റമർ കൺവീനിയൻസോ ആണ്. ഇനി ഏഴാമത്തെ പോയിന്റ് വാല്യൂ ആഡഡ്. എന്ത് വാല്യൂ അഡീഷൻ നമ്മുടെ പ്രൊഡക്റ്റിന് നൽകാൻ പറ്റും? കാരണം കസ്റ്റമർക്കൊരു വാല്യൂ കൽപ്പിക്കണം, എന്നാലാണ് പർച്ചേസ് പിന്നെയും സംഭവിക്കുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ, പണ്ട് കുറേ വർഷങ്ങൾ മുമ്പൊക്കെ ടിഷ്യൂ പേപ്പർ വാങ്ങുമ്പോൾ അത് പ്ലാസ്റ്റിക് പാക്കേജിങ്ങിലാണ് ടിഷ്യൂ പേപ്പർ കിട്ടാറുള്ളത്. ഇന്നെങ്ങനെയാണ് കസ്റ്റമർക്ക് ടിഷ്യൂ ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പുൾ ഔട്ട് ചെയ്യാം. ഒരു ടിഷ്യൂ പുൾ ഔട്ട് ചെയ്യുമ്പോൾ അടുത്ത് വന്ന് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ആയി മാറിയത് ഈ വാല്യൂ അഡീഷൻ്റെ ഭാഗമാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഈസിനെസ്സും വാല്യൂ അഡീഷനും കൊണ്ടുവരിക എന്നുള്ളത് പാക്കേജിങ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എട്ടാമത്തെ കാര്യം ഗെയിനിങ് കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി. കസ്റ്റമറിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ആ വിശ്വാസം ഉടനീളം നമ്മളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പലപ്പോഴും പാക്കേജിങ്ങിന് സംഭവിക്കും. കാരണം ചില ബ്രാൻഡുകൾ അവർ പരസ്യവാചകങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ബ്രാൻഡ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ഗ്യാരണ്ടി തരുന്നു എന്നൊക്കെ. അത് പാക്കേജിങ്ങിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിന് എനിക്കൊരു എക്സാമ്പിൾ പറയാനുള്ളത് ഫെസ്റ്റിന എന്ന് പറയുന്ന വാച്ചിനെ പറ്റിയാണ്. ഫെസ്റ്റിന വാച്ച് ഡൈവേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഡൈവർമാരുണ്ടല്ലോ, നമ്മുടെ വെള്ളത്തിലൊക്കെ ഡൈവ് ചെയ്ത് അണ്ടർ വാട്ടർ പോയി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വാച്ച് ബ്രാൻഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാച്ച് അവകാശപ്പെടുന്നത് വാട്ടർ പ്രൂഫ് ബ്രാൻഡാണ്, വാട്ടറിൽ അത്
ഉള്ളിൽ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിൻ്റെ പാക്കേജിംഗ് ആണല്ലോ ഏറ്റവും രസകരമായ കാര്യം. ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അത് പാക്ക് ചെയ്തിരിക്കുന്നത് ഒരു വെള്ളത്തിൻ്റെ ജാറ് പോലത്തെ സംഭവത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ആ വാച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി പല ബ്രാൻഡുകളും ഇത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇവർ പാക്കേജിങ്ങിൽ തന്നെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഈ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അതിൽ നിന്ന് തന്നെ എടുത്ത് ആ പ്രൊഡക്റ്റ് ലൈവായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ വിശ്വാസം കൂടുതൽ നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ചില കമ്പനികൾ, ഇതൊരു എക്സാമ്പിളായി പറഞ്ഞെന്നുള്ളൂ, പല ബ്രാൻഡുകളും ആളുകൾക്ക് ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന, ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അവരുടെ പാക്കേജിങ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 8 കാര്യങ്ങളാണ് പാക്കേജിങ്ങിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പറഞ്ഞത്. ഒന്ന്, പാക്കേജിങ് ഡിസൈനെ പറ്റി, കൺസ്യൂമർ റെലവൻസ് നമ്മൾ ശ്രദ്ധിക്കണം, ഹയർ ഷെൽഫ് ടേക്ക് ഓഫ് ശ്രദ്ധിക്കണം, അഫോർഡബിലിറ്റി ഒരു ഘടകമാണ്, റവന്യൂ ഗ്രോത്ത് പ്ലാൻ ചെയ്യണം, കസ്റ്റമറുടെ കൺവീനിയൻസും ഫീസിബിലിറ്റി നോക്കണം, എന്ത് വാല്യൂ അഡീഷൻ നമുക്ക് കൊണ്ടുവരാൻ നോക്കണം, കസ്റ്റമറുടെ ട്രസ്റ്റ് എങ്ങനെ ഗെയിൻ ചെയ്യാം, ക്രെഡിബിലിറ്റി എങ്ങനെ ഗെയിൻ ചെയ്യാം എന്നുള്ളത് നോക്കണം. ഈ 8 കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് പാക്കേജിങ് ഭംഗിയാക്കുക. ഇന്ന് പാക്കേജിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം മാർക്കറ്റ് ചെയ്യപ്പെടുന്നു, സെയിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പാഡിൽ ബിസിനസ് ഗുരു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.